കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ RPFന്റെ വമ്പൻ കഞ്ചാവ് വേട്ട. 18 കിലോ കഞ്ചാവുമായി 2 ബംഗാൾ സ്വദേശികൾ അറസ്റ്റിൽ. 28 വയസ്സുള്ള മാമൻ മണ്ഡൽ, 24 വയസ്സുള്ള മാസിദുൾ ഇസ്ലാം എന്നിവരാണ് പിടിയിലായത്. പൊതുവിപണിയിൽ 10 ലക്ഷത്തോളം രൂപ വില വരുന്ന കഞ്ചാവാണ് പ്രതികളിൽ നിന്നും കണ്ടെടുത്തത്. ഒറീസയിലെ ഭുവനേശ്വറിൽ നിന്നും വാങ്ങിയ കഞ്ചാവ് 2 ബാഗുകളിലാക്കി കന്യാകുമാരിക്ക് പോകുന്ന വിവേക് എക്സ്പ്രസ് ട്രെയിനിൽ രാത്രി 12 മണിയോടെ കൊല്ലത്തെത്തിയതായിരുന്നു പ്രതികൾ. ബാഗുകൾ വാങ്ങുവാൻ വരുന്ന ആളിനെ പ്രതീക്ഷിച്ച് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയത്താണ് പിടിയിലാകുന്നത്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും ട്രെയിൻ പുറപ്പെട്ട ശേഷം സംശയാസ്പദമായ രീതിയിൽ കണ്ട 2 യുവാക്കളെ ചോദ്യം ചെയ്ത് അവരുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് 18 കിലോ കഞ്ചാവ് കണ്ടെടുത്തത്. പ്ലാറ്റ്ഫോമിൽ അറ്റകുറ്റിപ്പണി നടക്കുന്നതിനാൽ അതിനായി ഉപയോഗിക്കുന്ന ഷീറ്റുകൾക്കിടയിൽ മറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇവർ റെയിൽവേ പോലീസിന്റെ കണ്ണിൽപ്പെടുന്നത്. RPF ക്രൈം ഇന്റലിജൻസ്, RPF കൊല്ലം, ഗവൺമെന്റ് റെയിൽവേ പോലീസ് കൊല്ലം, CPDS തിരുവനന്തപുരം എന്നിവർ സംയുക്തമായി നടത്തിയ മിന്നൽ പരിശോധനയിലാണ് പ്രതികൾ വലയിലാകുന്നത്. ഇവർ എത്തിക്കുന്ന കഞ്ചാവ് ചെറുപൊതികളിലാക്കി കൊല്ലത്തും പരിസര പ്രദേശത്തുമുള്ള അതിഥി തൊഴിലാളികൾക്ക് വിൽക്കുവാൻ എത്തിച്ചതെന്നാണ് സംശയം. ഇപ്പോൾ പിടിയിലായ മാമൻ മണ്ഡൽ ഇതിനു മുമ്പും കഞ്ചാവ് കടത്തിയതിന് മൂവാറ്റുപുഴയിൽ പിടിയിലായി ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഇവരുമായി ബന്ധമുള്ള ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് പോലീസ്. കഴിഞ്ഞ വർഷം മാത്രം 570 കിലോ കഞ്ചാവും 45 പ്രതികളെയും RPF പിടികൂടിയിട്ടുണ്ട്. തിരുവനന്തപുരം ഡിവിഷണൽ സെക്യൂരിറ്റി കമ്മീഷണർ മുഹമ്മദ് അനീഫയുടെ നിർദ്ദേശത്താൽ RPF കൊല്ലം ഇൻസ്പെക്ടർ അനീഷ് TA, ക്രൈം ഇന്റലിജൻസ് ഇൻസ്പെക്ടർ ജിബിൻ AJ, കൊല്ലം GRP SHO ശ്യാമകുമാരി എന്നിവരുടെ പ്രത്യേക മേൽനോട്ടത്തിൽ RPF ക്രൈം ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരായ പ്രൈസ് മാത്യു, ഫിലിപ്സ് ജോൺ, സിജോ സേവ്യർ, SV ജോസ്, ബിന്ദു, ജ്യോതീന്ദ്രൻ, ബിജു എബ്രഹാം, സജീവ്, അഖിൽ, ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ, കൃഷ്ണലാൽ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അന്യസംസ്ഥാനത്ത് നിന്ന് കഞ്ചാവ് ട്രെയിനുകളിൽ പതിവായി എത്തിത്തുടങ്ങിയതോടെ ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും പ്രത്യേക പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുവാനാണ് പോലീസിന്റെ തീരുമാനം.